പറയാനുള്ളത് ജെക്സ് ബിജോയുടെ കാര്യമാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ആളാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഇത്രയും ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ചെങ്ങായിനെ ഇപ്പോൾ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം ലോക ആളാണ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ച റിലീസായ കാന്ത ജെക്സ് ബിജോയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ അത്രയും ബ്രില്യൻ്റ് ആയിട്ട് അത്രയും കിടിലൻ പരിപാടി ചെയ്തു വെച്ചൊരു മനുഷ്യൻ ഈ സിനിമയിലേക്ക് വന്ന സമയത്ത് ഇങ്ങനെ എന്താണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിക്കുന്ന തരത്തിലേക്കാണ് സ്കോറും പാട്ടുകളും ആൾ ചെയ്തു വെച്ചിട്ടുള്ളത്. അതായത് എന്തിനാണ് ഈ കാട് മല എന്നൊക്കെ പറയുമ്പോഴേക്ക് ആ ഒരു എന്താ പറയുക സ്ഥിരം സൗണ്ടിങ്ങുകൾ, സ്ഥിരം ഇൻസ്ട്രുമെൻറ്റുകൾ ഇതൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തുകൂടെ എന്നുള്ളൊരു സാധനമാണ് സത്യം പറഞ്ഞാൽ തോന്നിയത്. ഇതിലേക്ക് റിപ്പിറ്റേഷൻ ആണ് സെയിം സാധനങ്ങൾ. ഇപ്പം അയ്യപ്പനും കോശിയിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ആ ഒരു ട്രാക്കുകളും അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും അതിൻ്റെയൊക്കെ ഒരു റിപ്പിറ്റേഷൻ, അതിൻ്റെയൊക്കെ ഒരു എക്സ്റ്റൻഷൻ പോലെ ഇതിലേക്ക് വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആളുടെ റീസെൻറ്റ് ഫിലിമോഗ്രാഫിയിൽ പരിപാടികളിൽ ഏറ്റവും മോശം വർക്കായിട്ട് ആണ് വിലായത്ത് ബുദ്ധയിലെ വർക്ക് ഫീൽ ചെയ്തത്. ഒട്ടും ഇമ്പ്രസീവ് ആയിരുന്നില്ല, വളരെ മോശം